ഷെയർ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ന്യൂമറോളജിയുടെ ഫലപ്രദമായിട്ട് കൊണ്ടുവരാൻ പറ്റും. ലോട്ടറി എടുക്കും പോലെ തന്നെയാണ് ഷെയർസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു ഷെയർ മാർക്കറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു 10 കമ്പനിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ആദ്യം നിങ്ങളുടെ പേരിനും നിങ്ങളുടെ ജനന ദിവസത്തിനും മാച്ച് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ആദ്യം തിരഞ്ഞെടുക്കേണ്ടത്. ഒരു 10-50 കമ്പനി തിരഞ്ഞെടുത്തിട്ട് അതിൽ പെർഫോം ചെയ്യുന്ന കമ്പനികളെ ഫിൽട്ടർ ചെയ്യണം. ഫിൽട്ടർ ചെയ്തിട്ട് നിങ്ങളത് പർച്ചേസ് ചെയ്യുന്ന ഡേ സപ്പോർട്ട് വേണം. അതിൻ്റെ അമൗണ്ടില്ലേ, പർച്ചേസ് ചെയ്യുന്ന അമൗണ്ടിന് ഒരു ടോട്ടൽ നമ്പർ ഉണ്ടല്ലോ, അതിനൊരു ഗ്രഹകാര്യത്വം വരുന്നില്ലേ. പല കോടി രൂപ ഷെയർ മാർക്കറ്റിൽ സമ്പാദിച്ചവർ നഷ്ടപ്പെട്ടവരുണ്ട്. ന്യൂമറോളജി കൺസൾട്ടിംഗ് ആണ് ചോദിച്ചത്. അപ്പം ന്യൂമറോളജി ത്രൂ ഇങ്ങനെ പരീക്ഷിക്കാമെന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ചെയ്യാവൂന്നല്ല ഞാൻ പറയുന്നത്. ഒരു ന്യൂമറോളജിയിൽ വിശ്വാസം വന്ന് നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റ് നമുക്ക് ന്യൂമറോളജിയിലൂടെ എങ്ങനെ ഫലപ്രദമായി പരിശോധിക്കാമെന്ന് പറഞ്ഞാൽ ആസ് എ ടെക്നീഷ്യൻ ഞാൻ പറയുന്ന ഐഡിയാസാണ്. ആ കമ്പനി അത് ചൂസ് ചെയ്യുക, കമ്പനിയുടെ പേര്, അതിൽ കിട്ടുന്ന ഫ്രീക്വൻസി, നിങ്ങളുടെ പേരിൽ എന്ത് ഫ്രീക്വൻസി, സെയിം ഫ്രീക്വൻസി ആണെങ്കിൽ അത് സഹായിക്കും. പിന്നെ പർച്ചേസ് ചെയ്യുന്ന ഡേറ്റ്, ആ അമൗണ്ടിനൊരു പർച്ചേസ് ടോട്ടൽ കോഡുണ്ട്. ഇതൊക്കെ എല്ലാം നോക്കി ഷെയർ മാർക്കറ്റ് മെല്ലെ 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 സൂക്ഷിച്ച് അത് ചെറിയൊരു എമൗണ്ട് ഇട്ട് ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഫേവർ ആവുന്ന കമ്പനികളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി, ചെറിയൊരു ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് വലിയ ട്രേഡിങ്ങിലോട്ട് പോകാമല്ലോ. അങ്ങനെ ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഷെയർ മാർക്കറ്റും ന്യൂമറോളജിയിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം തന്നെയാണ്.